ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാന്ഡം 33-ാമത്തെ സർഗം. ഹനുമാൻ സീതാദേവിയുമായി സംഭാഷണം ചെയ്യാൻ തുടങ്ങുന്നു. സോപതീര്യാദ്രുമാ തസ്മാത് വിദ്രമപ്രതിമാനന വിനീതവേഷകൃപണ പ്രണിപത്യോപസുത്യജ താം അബ്രവീൻ മഹാതേജ ഹനുമാൻ മാരുതാത്മജ ശിരസഞ്ജലിമാതായ സീതാമധുരയ ഗിര. പവിഴകാന്തിയുള്ള മുഖത്തോടു കൂടിയവനും വായുപുത്രനും മഹാതേജസ്വിയുമായ ഹനുമാൻ അശോകവൃക്ഷത്തിൽ നിന്ന് താഴെ ഇറങ്ങി വിനയാനിതനായി വിഷാദത്തോടെ സീതയെ നമസ്കരിച്ച് തൊഴുകൈ ശിരസിൽ വെച്ച് മധുരമൊഴികളിൽ പറഞ്ഞു തുടങ്ങി. കാനുപത്മബലാസാക്ഷി കൃഷ്ടകൗശേയവാസിനി ധ്രുമസ്യ ജാഗാമാലംബ്യ തിഷ്ടസീത്വം അനിന്ദിതേ. ഉലഞ്ഞ പട്ടുവസ്ത്രം ധരിച്ചവളെ, പങ്കജനയനെ, യാതൊരു കുറ്റവും കുറവുമില്ലാത്തവളെ, ഈ വൃക്ഷശാഖ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഭവതി ആരാണ്? കിമർത്ഥം തവ നേത്രാഭ്യാം വാരി സ്രവതി ശോകജം പുണ്ടരീകബലാശാഭ്യാം ഹിപ്രകീർണമിബോധകം. താമരതലങ്ങളിൽ നിന്ന് ചിതറി വീഴുന്ന നിർത്തുള്ളികൾ പോലെ ഭവതിയുടെ കണ്ണുകളിൽ നിന്ന് ദുഃഖാശ്രു ഒഴുകുന്നതിന് എന്താണ് കാരണം? സുരാണാം അസുരാണാം വാ നാഗന്ധർവരക്ഷസാം യക്ഷാണാം കിന്നരാണാം വാ കാത്വം ഭവതി ശോഭനെ. അല്ലയോ ശോഭനെ, ഭവതി ദേവന്മാർ, അസുരന്മാർ, നാഗന്മാർ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, കിന്നരന്മാർ എന്നിവരിൽ ആരാണ്? കാത്വം ഭവതി രുദ്രാണാം മരുതാവാവരാനനെ വസൂനാം വാവരാരോഹേ ദേവതാ പ്രതിഭാസിമേ. സുമുഖി, ഭവതി എനിക്ക് ദേവിയായിട്ട് തോന്നുന്നു. രുദ്രന്മാർ, മരുത്തുക്കൾ, വസുക്കൾ എന്നിവരിൽ ഭവതി ആരാണ്? കിംനു ചന്ദ്രമസാഹീന പതിത വിബുധാലയാത് രോഹിണി ജ്യോതിഷാം ശ്രേഷ്ഠ സർവഗുണാന്വിത. ചന്ദ്രനെ പിരിഞ്ഞ് ദേവലോകത്തിൽ നിന്നും താഴെ പതിച്ച സർവഗുണാന്വിതയും ശ്രേഷ്ഠയുമായ രോഹിണി നക്ഷത്രമാണോ ഭവതി? ചന്ദ്രന്റെ പത്നിയാണ് രോഹിണി. കാത്വം ഭവസി കല്യാണി ത്വം അനിന്ദിതലോചനെ. മംഗളരൂപിണിയും കരുമിഴിയാളുമായ ഭവതി ആരാണ്? കോപാദ്വായ ദിവാമോഹാത് ഭർത്താരം അതിദേക്ഷണേ വസിഷ്ഠം ഗോപയിത്വാത്വം നാസി കല്യാണ്യരുന്ധതി. ഹേ കല്യാണി, ഭവതി കോപം കൊണ്ടോ മോഹം കൊണ്ടോ ഭർത്താവായ വസിഷ്ഠ മഹർഷിയെ പ്രകോപിപ്പിച്ച് ഇവിടേക്ക് വന്നിരിക്കുന്ന അരുന്ധതിയാണോ? കോനുപുത്ര പിതാഭ്രാത ഭർത്താവാദേസു മധ്യമേ കസ്മാലോകാതമും ലോകം ഗതാത്വം അനുശോചസി. ഈ സുന്ദരി, ഇഹലോകം വെടിഞ്ഞ് പരലോകം പോയി ആരെക്കുറിച്ചാണ് നീ ദുഃഖിക്കുന്നത്? അത് പുത്രനാണോ, പിതാവാണോ, സഹോദരനാണോ, ഭർത്താവാണോ? ആരാണ് അയാൾ? രോദനാദതി നിശ്വാസ ഭ്രമി സംസ്പർശനാദവി നത്വാം ദേവീമഹം മന്യേ രാജ്ഞസജ്ഞാവതാരണാത്. ഭവതി കരയുന്നു, നെടുവീർപ്പിടുന്നു, ഭൂമിയിൽ കാലൂന്നി നിൽക്കുന്നു, ഒരു രാജാവിൻ്റെ നാമം തന്നെ സദാ ജപിച്ചുകൊണ്ടിരിക്കുന്നു. ഇവയാൽ ഭവതി ദേവകന്യകയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. വ്യഞ്ജനാനി ഹിതേയാനി ലക്ഷണാനി ജലക്ഷയേ മഹിഷി ഭൂമിപാലസ്യ രാജകന്യാസി മേ മത. രാജചിഹ്നങ്ങളും അംഗലക്ഷണങ്ങളും തെളിഞ്ഞു കാണുന്നതിനാൽ ഭവതി രാജകുമാരിയും ഒരു മഹാരാജാവിൻ്റെ പട്ടമഹിഷിയുമായി വിരാജിക്കുന്നവളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. രാവണേന ജനസ്ഥാനാത് ബലാദപഹൃദായതി സീതാത്വം അസി ഭദ്രം ദേ തന്മാജക്ഷ പൃച്ഛത. ജനസ്ഥാനത്ത് നിന്ന് രാവണനാൽ അപഹരിക്കപ്പെട്ട സീതാദേവിയാണ് ഭവതി എങ്കിൽ ചോദിക്കുന്ന എന്നോട് വിശദമായി പറഞ്ഞാലും അതുകൊണ്ട് ഭവതിക്ക് ക്ഷേമം ഭവിക്കും. യഥാ ഹി തവ വൈദൈന്യം രൂപം ചാപ്യതിമാനുഷം തപസാചാന്യതോ വേഷസ്ത്വം രാമ മഹിഷി ധ്രുവം. ഭവതിയുടെ അമാനുഷമായ സൗന്ദര്യവും തപോശോഭിത രൂപവും അസാധാരണം തന്നെ. ഭവതി അനുഭവിക്കുന്ന ദുഃഖമാകട്ടെ അവാച്യം. ഇതെല്ലാം ചേർത്ത് ചിന്തിക്കുമ്പോൾ ഭവതി രാമമഹർഷി തന്നെ നിശ്ചയം. സാ തസ്യ വചനം ശ്രുത്വാ രാമകീർത്തന ഹർഷിത ഉവാചവാക്യം വൈദേഹി ഹനുമന്തം ദ്രുമാശ്രിതം. ശ്രീരാമസങ്കീർത്തന ശ്രവണത്താൽ ഹർഷപുളകിതയായ വൈദേഹി
മരം ചാരി നിൽക്കുന്ന ഹനുമാനെ നോക്കി ഇപ്രകാരം മറുപടി പറഞ്ഞു. പൃഥിവ്യാം രാജസിംഹാനാമുഖ്യസ്യ വിദിതാത്മന സ്നുഷ ദശരഥസ്യാഹം ശത്രുസൈന്യപ്രമാദിന. ഭൂമിയിലെ രാജശ്രേഷ്ഠന്മാരിൽ മുമ്പനും ശത്രുസംഹാരകനും കീർത്തിമാനുമായ ദശരഥ ചക്രവർത്തിയുടെ പുത്രൻ്റെ പത്നിയാണ് ഞാൻ. ദുഹിതാ ജനകസ്യാഹം വൈദേഹസ്യ മഹാത്മന സീതേതി നാംന ചോക്താഹം ഭാര്യാരാമസ്യ ധീമത. മഹാത്മാവും വിദേഹരാജ്യവുമായ ജനക മഹാരാജാവിൻ്റെ പുത്രിയായ എൻ്റെ പേര് സീത എന്നാകുന്നു. ധീമാനായ ശ്രീരാമൻ്റെ ഭാര്യ. സമാ ദ്വാദശതത്രാഹം രാഘവസ്യ നിവേശനെ ഭുഞ്ചാനാമാനുഷാൻ ഭോഗാൻ സർവകാമസമൃദ്ധിനി. ശ്രീരാമൻ്റെ രാജധാനിയിൽ സകല അഭീഷ്ടങ്ങളും സാധിച്ച മനുഷ്യോചിതമായ സുഖഭോഗങ്ങളെല്ലാം അനുഭവിച്ച് 12 കൊല്ലം ഞാൻ ജീവിച്ചു. തത്ര ത്രയോദശേ വർഷേ രാജ്യേനേക്ഷ്വാഗുനന്ദനം അഭിഷേചയിതും രാജ സോപാധ്യായ പ്രചക്രമേ. 13-ാം വർഷത്തിൽ രാജാവ് പുരോഹിത പ്രമുഖന്മാരോട് ഇക്ഷ്വാകുപുത്രനായ ശ്രീരാമനെ രാജാവായി അഭിഷേകം ചെയ്യാൻ കൽപ്പിച്ച് അരുളി. തസ്മിൻ സംപ്രിയമാണേതു രാഘവസ്യാഭിഷേചനെ കൈകേയീ നാമഭർത്താരം ദേവീ വചനമബ്രവീത്. അങ്ങനെ രാമൻ്റെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കെ കൈകേയി ഭർത്താവിനോട് തനിക്ക് നൽകിയ വരങ്ങളെക്കുറിച്ച് പറഞ്ഞു. ന പിബേയം ന ഖാദേയം പ്രത്യഹം മമ ഭോജനം യേശമേ ജീവിതസ്യാന്തോ രാമോ യദ്യഭിഷിച്യതേ. രാമനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയാണെങ്കിൽ ഞാൻ ആഹാരം കഴിക്കില്ല, ജലപാനം ചെയ്യുകയില്ല. ഇതെൻ്റെ ജീവിതാവസാനം ആകുന്നു. എത്തദുക്തം ത്വയാ വാക്യം പ്രീത്യാ നിർവധി സത്തമ തച്ചേന്ന വിദതം കാര്യം വനം ഗച്ഛതു രാഘവ. നിർബോധമ, അങ്ങ് സന്തോഷപൂർവം അന്ന് പറഞ്ഞ വാക്ക് അസത്യമാവാതിരിക്കണമെങ്കിൽ രാമൻ വനവാസം ചെയ്യണം. സരാജ സത്യവാഗ്ദേവ്യ വരദാനമനുസ്മരൻ മുമോഹവചനം ശ്രുത്വ കൈകേയ ക്രൂരമപ്രിയം. കൈകേയിയുടെ അപ്രിയവും ക്രൂരവുമായ വാക്കുകൾ കേട്ട് സത്യസന്ധനായ ദശരഥൻ പണ്ട് അവൾക്ക് നൽകിയ വരത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിതനും ചിന്താധീനനും ആയി തീർന്നു. തതസ്തോ സ്ഥവീരോ രാജ സത്യധർമ്മവ്യവസ്ഥിത ജ്യേഷ്ഠം യശസ്സിനും പുത്രം രുദൻ രാജ്യമയാജത. സത്യത്തിലും ധർമ്മത്തിലും അടിയുറച്ചു നിൽക്കുന്ന വൃദ്ധനായ രാജാവ് യശസ്വിയായ ജ്യേഷ്ഠപുത്രനോട് കണ്ണീർ വാർത്തുകൊണ്ട് രാജ്യം യാചിച്ചു. സപിതോർവചനം ശ്രീമാൻ അഭിഷേകാത് പരം പ്രിയം മനസാ പൂർവമാസാദ്യ വാചാ പ്രതിഗ്രഹീതവാൻ. ശ്രീരാമൻ പൃഥുരാജ്ഞിയെ ആദ്യം തന്നെ ഉത്തമമായ പ്രിയ കാര്യം എന്ന നിലയ്ക്ക് മനസ്സുകൊണ്ടും പിന്നെ വാക്കുകൊണ്ടും സ്വീകരിച്ചു. ദദ്യാന്ന പ്രതിഗ്രഹണീയാന്ന ബ്രൂയാത് കിഞ്ചിത പ്രിയം അഭിജീവിത ഹേതോർവ രാമ സത്യപരാക്രമ. സത്യപരാക്രമനായ ശ്രീരാമൻ കൊടുക്കുകയേ ഉള്ളൂ, ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കുകയില്ല. ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോലും അപ്രിയമോ അസത്യമോ പറയുകയില്ല, സത്യമേ പറയൂ. സ വിഹായോത്തരീയാണി മഹാർഹാണി മഹായശാഹ വിസിജ്യ മനസാ രാജ്യം ജനന്യേമാ സമാദിശത്. മഹായശസ്വിയായ അദ്ദേഹം മനസ്സുകൊണ്ട് രാജ്യം ത്യജിച്ച് വിലപ്പെട്ട വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് എന്നെ അമ്മയുടെ പക്കൽ ഏൽപ്പിച്ചു. സാഹം തസ്യാഗ്രതസ്തൂർണം പ്രസ്ഥിതാവനചാരിണി നഹീമേതേന ഹീനായ വാസസ്വർഗേ വിരോചതേ. ഞാനാകട്ടെ അദ്ദേഹത്തിന് മുമ്പായി തന്നെ വേഗം വനവാസത്തിന് പുറപ്പെട്ടു. അദ്ദേഹത്തെ പിരിഞ്ഞ് സ്വർഗവാസം കൂടി ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പ്രാഗേവതു മഹാഭാഗ സൗമിത്രമിത്രനന്ദന പൂർവജസ്യാനുയാത്രാർത്ഥേ ദ്രുമജീരേരലം കൃത. മഹാഭാഗനും മിത്രങ്ങൾക്കും മിത്രവുമായ സൗമിത്രിയാകട്ടെ സഹോദര പരിചരണത്തിനായി എല്ലാവരെക്കാളും മുമ്പേ മരുവൂര് ധരിച്ച് ഒരുങ്ങി നിന്നു. ദേവയം ഭർത്തുരാദേശം ബഹുമാന്യ ദൃഢവൃതാഹ പ്രവിഷ്ടാസ്മ പുരാദൃഷ്ടം വനം ഗംഭീരദർശനം. ഞങ്ങൾ ഗുരുവിൻ്റെ ആജ്ഞയെ ആദരിച്ച് ദൃഢവ്രതരായി പൂർവാനുഭവമില്ലാത്തതും ഭയഭക്തി സമ്പർദ്ദകവുമായ വനവാസം അനുഷ്ഠിച്ചു പോന്നു. വസതോ ദണ്ഡകാരണ്യേ തസ്യാഹം അമിതൗജസ രക്ഷസാ ബഹൃതാ ഭാര്യ രാവണേന ദുരാത്മന. ദണ്ഡകാരണ്യത്തിൽ താമസിച്ചു കൊണ്ടിരുന്ന പരാക്രമശാലിയായ രാമൻ്റെ പത്നിയായ എന്നെ രാക്ഷസനായ രാവണൻ അപഹരിച്ചു. ദൗ മാസോദേന മേ കാലോ ജീവിതാനുഗ്രഹകൃത ഊർധ്വം ദ്വാഭ്യാം ദുമാസാഭ്യം തതസ്ത്യക്ഷ്യാമി ജീവിതം. അവർ എനിക്ക് 2 മാസത്തെ ജീവിതം അനുഗ്രഹമായി നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ ജീവൻ ഉപേക്ഷിക്കും. ഇത്യാശേ ശ്രീമദ് രാമായണേ
വാൽമീകിയെ ആദികാവ്യേ സുന്ദരകാണ്ഡേ ത്രയത്രിംശ സർഗ 33ാമത്തെ സർഗം ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം.